നേഥൻ ലിയോൺ എറിഞ്ഞ 44-ാം ഓവറിലെ ആദ്യ പന്തിനെ സ്ലിപ്പിലേക്ക് തട്ടിക്കെട്ട ശേഷം ടെമ്പ ബാവുമ മുടന്തി ആ റണ്ണോടി പൂർത്തിയാക്കുമ്പോൾ ലോർഡ്സ് ഗാലറി ഒന്നായി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ മിച്ചൽ സ്റ്റാർക്കിന്റെ വീരോചിത ചെറുത്തുനിൽപ്പ് കണ്ട മൂന്നാം ദിനം പ്രോട്ടീസിന് മുന്നിൽ ഓസീസ് ഉയർത്തിയ 252 റൺസ് വിജയലക്ഷ്യം ഒരു ബാലികേറ മലയാണെന്ന് പലരും മനസ്സിൽ ഉറപ്പിച്ചതാണ്. TV സ്ക്രീനുകളിൽ തെളിഞ്ഞ വിൻ പ്രഡിക്ടറിൽ ദക്ഷിണാഫ്രിക്കയുടെ സാധ്യതകൾ കുറഞ്ഞു വന്നു. പാറ്റ് കമ്മിൻസ്, ജോർജ് ഹേസൽവുഡ്, നേഥൻ ലിയോൺ. ICCയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ബോളിംഗ് റാങ്കിംഗ് ഒന്ന് പരിശോധിക്കൂ. ആദ്യ 5-ൽ 3 പേർ ഓസ്ട്രേലിയക്കാരാണ്. 11-ാം സ്ഥാനത്ത് മിച്ചൽ സ്റ്റാർക്കുമുണ്ട്. 3-ാം ഓവറിൽ തന്നെ റിയാൻ റിക്കിൾട്ടൺ വീണതോടെ പ്രോട്ടീസിന്റെ പതനം ആരംഭിച്ചെന്ന് പലരും ഗാലറിയിലിരുന്ന് വിധികെടുത്തിയതാണ്. എന്നാൽ ആ കഥയെക്കാത്ത് ഒരു ആന്റി ക്ലൈമാക്സ് ഉണ്ടെന്ന് ആ സമയം ഓസ്ട്രേലിയയുടെ വിജയവും പ്രവചിച്ച് ഗാലറിയിൽ ഇരിപ്പുറപ്പിച്ചവരാരും അറിഞ്ഞില്ല. ഭയലേശമന്യേ ഓസ്ട്രേലിയൻ പേസ് ട്രയോയെ നേരിട്ട എയ്ഡൻ മാർക്രം, വീണുപോകാതെ ക്രീസിൽ ഒരു വൻമരം കണക്കിന് നിലയുറപ്പിച്ച ബാവുമ, ദക്ഷിണാഫ്രിക്കൻ വീരേതിഹാസത്തിന്റെ തേര് തെളിച്ച ആ 2 വലിയ പേരുകൾ. ഓ ബാവുമ! വിശ്വവിഖ്യാതമായ ലോർഡ്സിൽ ദക്ഷിണാഫ്രിക്കൻ ആരാധകർ തിങ്ങി നിറഞ്ഞ മൗണ്ട് സ്റ്റാൻഡിൽ നിന്ന് ബാവുമ അർദ്ധ സെഞ്ചുറി കുടിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഈ ചാൻഡുകൾ മുടങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് ഗാലറിയിലെ മുഴുവൻ സ്റ്റാൻഡുകളിലേക്കും പടർന്നിറങ്ങി. ഒരു സ്റ്റേഡിയം ഒന്നാകെ ആ കുറിയ അല്ല, വലിയ മനുഷ്യന്റെ ചോരാത്ത പോരാട്ട വീരത്തെ ഇമയടക്കാതെ കണ്ടു നിൽക്കുകയായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ ടീമിൽ കറുത്ത വർഗ്ഗക്കാർക്കുള്ള കോട്ടയിൽ അള്ളിപ്പിടിച്ച് കാലം കഴിച്ചവൻ. വർഷങ്ങളായി ബാവുമക്കെതിരെ ക്രിക്കറ്റ് ലോകത്തിനകത്തും പുറത്തുനിന്നുമായി ഈ വിമർശനമുണ്ട്. വംശീയാധിക്ഷേപങ്ങൾ വരെ ഉയർന്ന ഘട്ടത്തിൽ പോലും പതറാതെ അയാൾ 22 വാര പിച്ചിന്റെ ചുറ്റുവട്ടത്തുമുണ്ടായിരുന്നു. ഇപ്പോഴിതാ ദക്ഷിണാഫ്രിക്ക എന്ന രാജ്യത്തിനൊപ്പം എക്കാലവും എഴുതിവെക്കപ്പെട്ട ചോക്കേഴ്സ് എന്ന നാണക്കേടിന്റെ വിളിപ്പേരിനെ അയാൾ മായ്ച്ചു കളയുന്നു. വർഷങ്ങൾക്കിപ്പുറം അയാളുടെ ചിറകേറി പ്രോട്ടീസ് ഒരു വിശ്വവേദി കീഴടക്കുന്നു. 3-ാം ദിനം ചായക്ക് മുമ്പ് മിച്ചൽ സ്റ്റാർക്കിനെ മിഡ് വിക്കറ്റിലേക്ക് തട്ടിയിടുമ്പോൾ 8 റൺസ് മാത്രമായിരുന്നു ബാവുമയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ തുടങ്ങിയിട്ടുണ്ട് തുടയിലെ വേദന. പിന്നെ ക്രീസിലെത്തിയത് മുതൽ വലിയ അസ്വസ്ഥതകൾ അയാളുടെ മുഖത്ത് കാണാമായിരുന്നു. മുടന്തിയോടിയ അയാൾക്ക് പലപ്പോഴും ഡബിളുകൾ നഷ്ടമായി. ബാവുമയുടെ പരിക്ക് തിരിച്ചറിഞ്ഞ മാർക്രത്തിന് അതിനൊത്ത് കളിയുടെ ടെമ്പോ കുറയ്ക്കേണ്ടി വന്നു. എന്നാൽ പേശിയിലേക്ക് ഇരച്ചു കയറിയ വേദനയ്ക്ക് ബാവുമ എന്ന നായകന്റെ അടങ്ങാത്ത കിരീടമോഹത്തിന് വിലങ്ങുതടിയാകാനാകില്ല. പാറ്റ് കമ്മിൻസ് ഒരൊറ്റ വിക്കറ്റിനായി ബോളർമാരെ മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഹേസൽവുഡിനും സ്റ്റാർക്കിനും ലിയോണിനും കമ്മിൻസിനുമൊന്നും ആ വലിയ കൂട്ടുകെട്ടിനെ പൊളിക്കാനായില്ല. ചായക്ക് പിരിയുമ്പോൾ തന്നെ ബാവുമയുടെ പരിക്ക് തങ്ങളെ ആകുലപ്പെടുത്തിയിരുന്നു എന്ന് ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് കോച്ച് ആഷ്വെൽ പ്രിൻസ് പറയുന്നുണ്ട്. ഡബിളുകൾ സിംഗിളുകളായി മാറുന്നത് എയ്ഡന്റെ ബാറ്റിംഗ് ഋതത്തെ എങ്ങനെ ബാധിക്കും എന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. സ്കോർ ബോർഡിൽ റണ്ണൊടുക്കിന്റെ വേഗം കുറയുമെന്നത് സത്യമാണ്. എന്നാൽ ടെമ്പ റിട്ടയർഡ് ഹട്ടാവുന്നില്ലെന്ന തീരുമാനം മാർക്രവും കൂടെ ചേർന്നാണ് എടുത്തത്. തനിക്കൊപ്പം ബാവുമ ക്രീസിൽ ഉണ്ടാകണം എന്ന് അയാൾ ആഗ്രഹിച്ചു. ഓസീസ് ബോളർമാർക്ക് മുന്നിൽ പതറാതെ നിലയുറപ്പിക്കുന്ന ഒരു കൂട്ടുകെട്ടായിരുന്നു റണ്ണുകളെക്കാൾ അപ്പോൾ മാർക്രമിന് ആവശ്യം. പ്രിൻസ് പറഞ്ഞു വെച്ചു. മാർക്രമിന്റെ കണക്ക് കൂട്ടലുകൾ ഒന്നും തെറ്റിയില്ല. ടെമ്പ ഒരറ്റത്ത് പരിക്കിന്റെ വേദനയിലും വീണുപോകാതെ മാർക്രമിന് കൂട്ടായി നിന്നു. മാർക്രം ഭയലേശമന്യേ ഓസീസിന്റെ പേരുകെട്ട ബോളിംഗ് നിരയെ ആക്രമിച്ചുകൊണ്ടിരുന്നു. 51-ാം ഓവറിൽ പ്രോട്ടീസ് സ്കോർ ബോർഡ് 200 തൊട്ടു. 55-ാം ഓവറിൽ ഹേസൽവുഡിനെ അതിർത്തി കടത്തി മാർക്രമിന്റെ മാജിക്കൽ സെഞ്ചുറി പറന്നു. നിശ്ചയദാർഢ്യത്തിന്റെ കരുത്താവാഹിച്ച മുഖവുമായി ടെമ്പ ബാവുമ 22 വാര പിച്ചിന്റെ മറുവശത്ത് അപ്പോഴുമുണ്ട്. ലോർഡ്സിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് കളത്തിലിറങ്ങും മുമ്പ് 109 തവണ ബാവുമ ദക്ഷിണാഫ്രിക്കൻ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. അയാളുടെ വീഴ്ചകളെ ആഘോഷമാക്കിയതുപോലെ ഒരിക്കൽ പോലും അയാളുടെ നേട്ടങ്ങളെ, മൈതാനങ്ങളെ ത്രസിപ്പിച്ച അയാളുടെ ഇന്നിങ്സുകളെ ക്രിക്കറ്റ് ലോകം ആഘോഷമാക്കിയിട്ടില്ല. എന്നാൽ ഇന്ന് അയാൾ രചിച്ച വീരേതിഹാസത്തിന് നേരെ ഇനി ഒരാൾക്കും കണ്ണടക്കാനാകില്ല തന്നെ. റിസർവേഷൻ ഉള്ളത് കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നവൻ എന്നടക്കമുള്ള വിമർശനങ്ങളെയൊക്കെ ധൂളിയാക്കി അയാൾ ലോർഡ്സിന്റെ തിരുമുറ്റത്തിട്ടിട്ടുണ്ട്. ഗ്രേം സ്മിത്ത്, ഹാഷിം അംല, ജാക്കോസ് കാലിസ്, AB ഡിവില്ലിയേഴ്സ്, ഷോൺ പൊള്ളോക്ക്, ഡെയിൽ സ്റ്റീൻ, മക്കായ ആന്റണി. ഒരു കാലത്ത് ക്രിക്കറ്റ് ലോകം ഭീതിയോടെ മാത്രം കണ്ടിരുന്ന ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് സംഘത്തിന്റെ ഭൂതകാലത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. എക്കാലവും ലോക ക്രിക്കറ്റിലെ വലിയ പടക്കോപ്പുകളുമായി വിശ്വവേദികളിൽ എത്തിയ ശേഷം പടിക്കൽ കലമുടച്ച് നാട്ടിലേക്ക് മടങ്ങാറായിരുന്നു പ്രോട്ടീസിന്റെ പതിവ്. എന്നാൽ ഇന്ന് ദക്ഷിണാഫ്രിക്കൻ നിരയിൽ അത്ര ഭീതിപ്പെടുത്തുന്ന പേരുകളൊന്നുമില്ല. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിച്ച ഓസീസിന്റെ സ്കോർ ഡെപ്തിന്റെ അയലത്ത് പോലും എത്തില്ല ബാവുമയുടെ സംഘത്തിൻ്റെത്. എന്നാൽ അക്കൂട്ടർ ഇതാ തങ്ങളുടെ രാജ്യത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട കിരീടദാരിദ്ര്യം അവസാനിപ്പിച്ച് ക്രിക്കറ്റ് ലോകത്തിന്റെ നെറുകയിൽ കയറി നിൽക്കുന്നു. ഇനിയും പരിഹസിച്ചു തീരാത്ത മനുഷ്യർക്ക് മുന്നിൽ ടെമ്പ ബാവുമ എന്ന മനുഷ്യൻ പുഞ്ചിരിച്ചു നിൽക്കുന്നു.